ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ 7 71 എപ്പിസോഡ് ഞാൻ പറയുന്നില്ല. പലർക്കും നമസ്കാരം. തുടങ്ങി. സോ ഗൈസ്, ആദിലും നൂറിയും അവിടെ സംസാരിച്ചിരിക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഷാനവാസ് പേര് വരുന്നുണ്ട്. ഷാനവാസിൻ്റെ നെഞ്ചിൻ്റെ അകത്തേക്ക് കടാര കയറ്റി വയ്ക്കുന്ന മാതിരിയാണ് ഡയലോഗുകൾ അടിക്കുന്നത്. ഷാനവാസ് മെയിൻ ഷോബനിസ്റ്റാണ് എന്നാണ് ആദില കിടന്ന് പറയുന്നത് നൂറിൻ്റെ അടുത്ത്. ഇനിയാണ് ഞാൻ ഗെയിം കളിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും ഈ ഒരു ആദിലയും നൂറിയുമായിട്ട് ചെറുതായിട്ടൊന്ന് അടയുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് വരുന്നത്. ക്യാപ്റ്റൻസി ടാസ്കിൽ കയറ് 3 പേരും പിടിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർ 3 പേരും കയറ് പിടിച്ചിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു അനുമോൾക്കാണെങ്കിലോ ബാത്റൂമിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നെവിനാണെങ്കിലോ അവിടെ പാത്രം മോളിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിടകിലേക്ക് പോകുന്നുണ്ട്. ഇവർ 3 പേരും അങ്ങനെ ഇവരുടെ കയറ് അവൻ്റെ ദേഹത്തേക്ക് പെടുന്നുണ്ട്. പെട്ടിട്ട് ഇവർ 3 പേരും കൂടെ 4 പേരും കൂടെ വീഴുന്നുണ്ട്. ഇതെല്ലാം സാബുമാൻ ഇടിച്ചില്ലെങ്കിൽ വിടറ കയറ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നെവിനാണെങ്കിൽ അഴിഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു അനുമോൾക്ക് ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇവരെല്ലാവരും കൂടെ ഒരു പാവ ഇടാൻ വേണ്ടി ഈ ഒരു അനുമോളെ സഹായിക്കുന്നുണ്ട്. ആദിലയും വരുന്നുണ്ട്. ആദിലയും സഹായിക്കുന്നുണ്ട്. ഈ ഒരു ആര്യനാണെങ്കിലും ആ ഒരു ഹുക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ തൊട്ടു മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ്റെ അടുത്ത് ചാടിക്കടിക്കാൻ പോകുന്നുണ്ട് അനുമോൾ. ഈ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മുടെ മെയിൻ വന്ന് കയറ് തൂക്കി പിടിച്ചിട്ട് നിൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആദ്യമേ ഔട്ടാകുന്നതെന്ന് പറഞ്ഞാൽ അനുമോളാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു ആര്യൻ ഔട്ടാകുന്നത്. ആര്യൻ ഔട്ടായിട്ട് ഈ ഒരു സാബുമേനാണെങ്കിൽ വിജയിക്കുന്നുണ്ട്. ഇത് ഫേവറേറ്റിസമാണ്, മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ആര്യനും ഈ മറ്റേ അക്ബറും അവിടെ കിടന്ന് വായിട്ട് അലയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സാബുമേൻ വിജയിക്കുക. അടുത്ത ക്യാപ്റ്റൻസി സാബുമേനായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നോമിനേഷൻ വന്നിട്ടുള്ളത്. അനീഷാണ് വരുന്നത്. അനീഷ് വന്നിട്ട് ഈ ഒരു ഷാനവാസും നൂറിനെയാണ് അവിടെ കിടന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് അക്ബർ വരുന്നതും ഷാനവാസും നൂറിനെയാണ് പറയുന്നത്. അടുത്ത് വരുന്നത് ഷാനവാസും പിന്നെ ലക്ഷ്മിനെയുമാണ് ഈ ഒരു വ്യക്തി ആദില കടന്ന് പറയുന്നത്. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നെവിനാണെങ്കിൽ അക്ബറും ഈ ഒരു സാബുവേനെയാണ് പറയുന്നത്. അടുത്തത് നൂറയാണ് നെവിനും ഈ ഒരു ലക്ഷ്മീൻ്റെ പേരാണ് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഷാനവാസാണ്. ആദ്യം തന്നെ അക്ബറിൻ്റെ പേരാണ് പറയുന്നത്. അടുത്തത് ആര്യനാണ് അടുത്തതായിട്ട് പറയുന്നത്. അടുത്തതായിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയാണ്. അക്ബറും ഈ ഒരു ആദിലിൻ്റെ പേരാണ് പറയുന്നത്. അടുത്തത് പിന്നെയെന്ന് പറഞ്ഞാൽ സാബുമേനാണെങ്കിൽ അക്ബറും ഈ നെവിനുമാണ് പറയുന്നത്. അടുത്തത് നമ്മുടെ ആര്യനാണ്. ആര്യൻ ആദ്യം അനുമോൾ, അത് കഴിഞ്ഞിട്ട് നൂറയാണ്. അടുത്തത് അനുമോളാണ്. ആദ്യം ആര്യൻ, അത് കഴിഞ്ഞിട്ട് നെവിനാണ് എന്നാണ് അനുമോൾ പറയുന്നത്. ആദ്യം വരുന്നത് ലക്ഷ്മിയാണ്, അത് കഴിഞ്ഞിട്ട് ആര്യൻ, അടുത്തത് നെവിനും നൂറയും, അക്ബർ, ഷാനവാസ് അടുത്തത്. അങ്ങനെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ്. 11ാമത്തെ ആഴ്ചയിലാണ് ഈ ഒരു നോമിനേഷൻ പ്രക്രിയയിലൂടെ ഇവരെല്ലാവരും നോമിനേറ്റ് ആയിട്ടുള്ളത്. ഇനിയാണ് കളികൾ വരാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു ഷാനവാസിൻ്റെ മുഖം അതില പൊളിച്ച് അടുക്കിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു 11ാമത്തെ ആഴ്ചയിലെ നോമിനേഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൊണ്ട് ഒരു കിട്ടില്ല ഒരു എപ്പിസോഡ് തന്നെയാണ് പോയിട്ടുള്ളത്. നെവിനാണെങ്കിലും അവിടെ കിടന്ന് കളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.